മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 22/3/1973 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ചോതിയാണ് നക്ഷത്രം. ചോതി, രണ്ടാം പാദം. ധനു ലഗ്നം. ലഗ്നത്തിൽ രാഹു, 2-ൽ കുജൻ ഗുരു, 3-ൽ ബുധൻ ഗുളികൻ, 4-ൽ ശുക്രൻ സൂര്യൻ, 5 ശൂന്യം, 6-ൽ ശനി, 7-ൽ കേതു, 8, 9, 10 ഭാവങ്ങൾ ശൂന്യം, 11-ൽ ചന്ദ്രൻ, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീ ജാതകമാണിത്. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അതിനെക്കുറിച്ച് പറയാം. ലഗ്നത്തിൽ രാഹു, ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം സാക്ഷാൽ വ്യാഴം നീചനായി മകരത്തിൽ നിൽക്കുന്നു. അവിടെ ഉച്ചം ചെയ്ത് കുജൻ നിൽക്കുന്നു. പക്ഷേ അവിടേക്ക് ഗുളികൻ്റെ 12ാം ദൃഷ്ടി ഈ രണ്ട് ഗ്രഹങ്ങളിലേക്കും കടന്നു വരുന്നുണ്ട്. എന്ന് വച്ചാൽ 5ാം ഭാവാധിപത്യവും 12ാം ഭാവാധിപത്യവും വഹിക്കുന്ന കുജൻ ഉച്ചനായി നിൽക്കുമ്പോഴും അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു. അതുപോലെ തന്നെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴത്തിലേക്കും ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു. വ്യാഴം അവിടെ നീചനായി നിൽക്കുന്നു. ഇത് പ്രധാനമായും എടുക്കുന്ന തീരുമാനങ്ങളിൽ പിഴവ് സംഭവിക്കുക. അതുപോലെ തന്നെ 5ാം ഭാവാധിപത്യം വഹിക്കുന്ന കുജൻ എന്ന് പറയുമ്പോൾ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സന്താനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക. എന്ന് വെച്ചാൽ തർക്ക സ്വഭാവം കാണിക്കുക. 5ാം ഭാവം കുജൻ എന്ന് പറയുമ്പോൾ തന്നെ ശക്തനായ കുജനായി നിൽക്കുമ്പോഴും അത് തർക്ക സ്വഭാവം, വാശി, കടുംപിടുത്ത സ്വഭാവങ്ങളെ കാണിക്കും. അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ലഗ്നത്തിലെ രാഹുവും ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വ്യക്തിത്വ സ്വഭാവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു വലിയ കാരണം തന്നെയാണ്. അതുപോലെ പൊതുവേ ഒരു ഗ്രഹനിലയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ പോലും അതിനെ പരിഹരിക്കാൻ ശേഷിയുള്ള, ശക്തിയുള്ള ഗ്രഹമെന്ന് പറയുന്നത് വ്യാഴമാണ്. ഇവിടെ വ്യാഴം നീചനാണ്, ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ പൊതുവേ വ്യാഴം ശുഭനായല്ല നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ മറ്റ് ഗ്രഹങ്ങൾ എങ്ങനെയാണ് നല്ല രീതിയിൽ നിൽക്കുന്നുവെങ്കിൽ അതിനനുസരിച്ച് ഫലം മാറി മറിയുക തന്നെ ചെയ്യും. ഇവിടെ ലഗ്നാൽ 4-ൽ ശുക്രൻ ഉച്ചനായി നിൽക്കുന്നു. പക്ഷേ അവിടേക്കും നിർഭാഗ്യവശാൽ ഗുളികൻ്റെ 2ാം ദൃഷ്ടി കടന്നു വരുന്നുണ്ട്. വിവാഹകാരകൻ ശുക്രൻ. ഇദ്ദേഹത്തിൻ്റെ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞു. ഇവിടെ 6-ൽ ശനി, രോഗസ്ഥാനം, ശത്രുസ്ഥാനം. ലഗ്നാൽ 6, ശനി നിൽക്കുന്നു. 3, 6, 8, 11 ഭാവങ്ങളിൽ ശനി വളരെ നല്ല ഫലങ്ങൾ ഒരുപാട് ആളുകൾക്ക് ശനി, രാഹു തുടങ്ങിയ അവസ്ഥകൾ കൊടുക്കാറുണ്ടെന്നിരുന്നാലും ശനി നിൽക്കുന്ന ഇടത്തേക്ക് രാഹുവിൻ്റെ 6ാം ദൃഷ്ടി വരുന്നത് ഒട്ടും നല്ലതല്ല. അതുപോലെ തന്നെ 6ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശത്രുവായ സൂര്യനോടൊത്ത് ഉച്ചനായി നിൽക്കുന്നു. അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും വരുന്നു. ഈ 3 കാരണങ്ങൾ കൊണ്ട് ശനി നിൽക്കുന്ന ഇടത്തേക്ക് 6ലേക്ക് രാഹുവിൻ്റെ 6ാം ദൃഷ്ടി വരുന്നു. 1. 6ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശത്രുവായ സൂര്യനോടൊത്ത് നിൽക്കുന്നു. 2. അവിടേക്ക് ഗുളികൻ്റെ 2ാം ദൃഷ്ടിയും വരുന്നു. 3. ഈ 3 കാരണങ്ങൾ കൊണ്ട് ഈ വ്യക്തിക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ നേരത്തെ കൂട്ടി തന്നെ അറിഞ്ഞ് മനസ്സിലാക്കി കൃത്യമായി ചിട്ടവട്ടത്തോടു കൂടി തന്നെ ചെയ്ത് പോയാൽ കണ്ണിൽ കൊള്ളേണ്ടതിനെ ഒരുവിധം പുരുകത്ത് കൊള്ളിച്ച് നിർത്താൻ പറ്റും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെയാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് 5ാം ഭാവം, മനസ്സിൻ്റെ സ്ഥാനം, സന്താന സ്ഥാനം. 5ാം ഭാവാധിപനാണ് കുജൻ. ഇവിടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ തർക്കങ്ങൾ, വഴക്കുകൾ, പിണക്കങ്ങൾ, പരിഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നുകിൽ ഇദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ മക്കൾക്കോ അതല്ലെങ്കിൽ മക്കളുടെ ചിന്താശേഷി അല്ലെങ്കിൽ പ്രവൃത്തി, വാക്കുകൾ എന്നിവ ഇദ്ദേഹത്തിനോ രസിക്കാത്ത അവസ്ഥകൾ നിരന്തരമോ അല്ലാതെയോ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ലഗ്നാൽ 7-ൽ കേതു രാഹുവിൻ്റെ സ്വാഭാവികമായ 7ാം ദൃഷ്ടിയിൽ നിൽക്കുന്നു. 7ാം ഭാവാധിപൻ ബുധൻ ശനിയുടെ 10ാം ദൃഷ്ടിയിൽ ഗുളികനോടൊത്ത് നിൽക്കുന്നു. വിവാഹ സംബന്ധമായി ഭർത്താവുമായി ഏതെങ്കിലുമൊക്കെ രീതിയിൽ തർക്കങ്ങൾ, വഴക്കുകൾ, അസ്വസ്ഥതകൾ, പിണക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കേണ്ടുന്നൊരവസ്ഥ തന്നെയാണത്. കൃത്യമായി ചിന്താശേഷിയോടെ ചിന്തിച്ച് പറഞ്ഞ് പ്രവർത്തിച്ചല്ല പോകുന്നതെങ്കിൽ വലിയ അസ്വസ്ഥതകൾ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു ഗ്രഹനിലയാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകളും പരിഹാരങ്ങളും ചെയ്ത് തന്നെ വേണം ഇത്തരം വ്യക്തികൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശനിയുടെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ നിൽക്കുന്ന രാശിയിൽ നിന്നും ശനി 3,
7, 10 ഈ 3 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ശനിയുടെ 10ാം ദൃഷ്ടി വരുന്നത് അറിവിൻ്റെ, ബുദ്ധിയുടെ, ഓർമ്മശക്തിയുടെയൊക്കെ കാരകനായിട്ടുള്ള ഇവിടെ വിവാഹാധിപനുമാണ്, ബുധനിലേക്കാണ്. അവിടെ ഗുളികനുമുണ്ട്. അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരു അല്പസ്വല്പം ശ്രദ്ധ കൊടുത്ത് തന്നെ വേണം, ഒരു ജാഗ്രത കൊടുത്തു തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് എന്നത് ഇവിടെ വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു 6, 7, 9, 12 ഇത്രയും ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഭാഗ്യവശാൽ ചന്ദ്രനിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയില്ല, ശനിയുടെ ദൃഷ്ടിയുമില്ല. ഗുളികനും മാറിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രൻ സേഫാണ്. എന്നാൽ 6ലേക്ക് വരുന്ന, ശനി നിൽക്കുന്നിടത്തേക്ക് വരുന്ന രാഹുവിൻ്റെ ദൃഷ്ടി, 12ലേക്ക് വരുന്ന രാഹുവിൻ്റെ ദൃഷ്ടി, 12ാം ഭാവാധിപൻ ഉച്ചനാണെങ്കിലും ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. ഇതെല്ലാം തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, പ്രത്യേകിച്ചും ചിലവുകൾ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, അല്ലെങ്കിൽ കിട്ടേണ്ടത് കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 4ൽ ശുക്രൻ ഗുളികൻ്റെ ദൃഷ്ടിയിൽ, വീട്, വാഹനം പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഭാവമാണ് 4. അപ്പോൾ അവിടെ ഗുളികൻ്റെ ദൃഷ്ടിയിൽ ഉച്ചനായി ശുക്രൻ വിവാഹകാരകൻ നിൽക്കുന്നു, ശത്രുവായ സൂര്യനെ കൊണ്ട്. അപ്പോൾ കിട്ടേണ്ടുന്ന സ്വത്ത് പോലെയുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള തർക്കം, വഴക്കുകൾ, കാലതാമസം, അല്ലെങ്കിൽ ഏറിപ്പറഞ്ഞാൽ കോടതി വ്യവഹാരങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യത ഇത്തരം വ്യക്തികൾക്ക് പൊതുവെയുണ്ട്. എല്ലാവർക്കും ഇത് 100ൽ 100% അങ്ങനെ സംഭവിക്കുമെന്നൊന്നുമല്ല. പക്ഷേ ഈ വ്യക്തി നിലവിൽ അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ജ്യോതിഷപരമായിട്ടുള്ള കാരണമാണ് ഇവിടെ വിശദീകരിച്ചത്. ഇത് സന്താന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക്, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരല്പം ശ്രദ്ധ കൊടുത്ത് നേരത്തെ കൂട്ടി പരിഹാരങ്ങൾ അറിഞ്ഞു കേട്ട് ചെയ്തു പോകേണ്ടുന്ന ഒരു ഗ്രഹനിലയുടെ സ്വഭാവം കാണിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. ചോതിയാണ് നക്ഷത്രം. ഇദ്ദേഹത്തിൻ്റെ ദശകളെന്ന് പറയുന്നത് രാഹുദശയിൽ ജനിച്ചു. 84 വരെ രാഹു, ശേഷം 2000 വരെ ഗുരുദശ, അതിനുശേഷം ശനി 2019 വരെ, ശേഷം ഇപ്പോഴത്തെ നടപ്പ് ദശ ബുധൻ 2036 വരെ, ശേഷം കേതു 7 കൊല്ലം 2043 വരെ, ശേഷം ശുക്രദശ, അതിനുശേഷം സൂര്യൻ, ചന്ദ്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ബുധദശയിൽ ശുക്രൻ്റെ അപഹാരം. എങ്ങനെയുള്ള ബുധൻ? ഗുളികനോടൊത്ത് നിൽക്കുന്ന ബുധൻ്റെ ദശ നടക്കുന്നു. അതുപോലെ തന്നെ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശുക്രൻ്റെ അപഹാരവും നടക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരല്പം ശ്രദ്ധ കൊടുത്ത് തന്നെ പോവുക. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് വിവാഹശേഷമുള്ള കുടുംബജീവിതം എന്നാണ് അതിനർത്ഥം വയ്ക്കുന്നത്. 1. 2. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ബുധദശ നടക്കുന്നു, ഗുളികനോടൊത്ത് നിൽക്കുന്ന ബുധൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത, അറിവിനെ കെടുത്താനുള്ള സാധ്യത ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ വ്യക്തിക്ക് അങ്ങനെ ഉണ്ട് താനും. ശുക്രനാണെങ്കിൽ ഉച്ചനെങ്കിലും ശത്രുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. ബുധനാവട്ടെ ശനിയുടെ 10ാം ദൃഷ്ടിയിലുമാണ് നിൽക്കുന്നത്, നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായി തന്നെ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ ബുധദശയെ കടത്തിവിടാനാകും. ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണിത്. സന്താനങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടും ഒരു മുൻകരുതലും ഒരു ജാഗ്രതയും ഒരു ഒതുക്ക സ്വഭാവമൊക്കെ കാണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സന്താനങ്ങൾ സംബന്ധമായി ധാരാളം ഗുണാനുഭവങ്ങളും ഈ വ്യക്തിക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊരു ക്ഷമാശീലം വളരെ വളരെ അത്യാവശ്യം തന്നെയാണ്. കുജൻ 5ാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ ക്ഷമയെ ഇല്ലാതാക്കും, ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യും, എന്ന് വെച്ചാൽ വേഗത്തിൽ പ്രതികരിക്കും. അതിനനുസരിച്ച് തർക്ക സ്വഭാവം കൂടും, വഴക്കുകളുടെ സാധ്യത കൂടും. അപ്പോൾ ആ ശീലത്തെ ഒന്ന് മാറ്റുക തന്നെ വേണം. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.